ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതമെടുത്ത് സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. കൊല്ലം നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ ചവറയിൽ ദേശീയപാതയ്ക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും മീനമാസത്തിലെ 10, 11 തീയതികളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. 5 തിരിയിട്ട ചമയവിളക്കുകളേന്തി കണ്ണെഴുതി പൊട്ടുതൊട്ട് ആടയാഭരണങ്ങൾ അണിഞ്ഞ് പുരുഷന്മാർ പുരുഷാങ്കരമാരായി മാറുന്ന 2 രാവുകൾ. വൈകിട്ട് 6 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും ഈ കാഴ്ച കാണാൻ സാധിക്കും. വീട്ടിൽ നിന്നും ഒരുങ്ങി വരുന്നവരും അമ്പലത്തിൻ്റെ സമീപമുള്ള ചമയപ്പുരകളിൽ നിന്നും ഒരുങ്ങി വരുന്നവരുമുണ്ട്. കൂടാതെ എടുപ്പു കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകളും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. രണ്ട് രാത്രികളിലും പുലർച്ചെ 2 മണിയോടുകൂടി ചമയവിളക്കേന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ഞാലുംമൂട് വരെ റോഡിനിരുവശവുമായി അണിനിരക്കും. ദേവീ ചൈതന്യം ആവാഹിച്ച ജീവിതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളി കുഞ്ഞാലുംമൂടിലെത്തി ഉറഞ്ഞുതുള്ളും. വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പുലർച്ചെ 5 മണിയോടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലപ്പന്തലിൽ ദേവി വിശ്രമിക്കും. വിളക്ക് കണ്ട് കുരുത്തോലപ്പന്തലിൽ ഉപവിഷ്ടയാവുന്നതോടെ ചമയവിളക്കെടുപ്പ് സമാപിക്കും. കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ആദ്യകാലത്ത് വലിയ കാടായിരുന്നു ഇവിടം. ഇന്നു കാണുന്ന ക്ഷേത്രക്കുളത്തിൻ്റെ സ്ഥാനത്ത് വലിയ ചിറയും ക്ഷേത്രമുറ്റത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് ഭൂതക്കുളവുമായിരുന്നു പണ്ട്. പച്ച പുല്ലുകൾ തിങ്ങി നിന്നിരുന്ന ഇവിടെ കന്നുകാലികളെ മേയ്ക്കാൻ ബാലന്മാർ പതിവായി വരുമായിരുന്നു. ഒരു ദിവസം അവർക്ക് വീണ് കിട്ടിയ നാളികേരം ഭൂതക്കുളത്തിന് അടുത്തുള്ള കല്ലിൽ വെച്ച് പൊട്ടിക്കാൻ ശ്രമിക്കവേ കല്ലിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നതായി കണ്ടു. അവർ ഉടനെ നാട്ടുകാരെ വിവരമറിയിക്കുകയും നാട്ടുപ്രമാണി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ ശിലയിൽ സാത്വിക ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നതായി കണ്ടു. ദേവീ ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്കു ചുറ്റും ബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടി. പിന്നീടാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം പണി കഴിച്ചത്. ഇതിൻ്റെ സ്മരണയ്ക്കായാണ് ഉത്സവ നാളുകളിൽ കുരുത്തോലപ്പന്തൽ കെട്ടുന്നത്. കൂടാതെ പ്രശ്നവിധി പ്രകാരം നാളികേരം ഇടിച്ചു പിഴിഞ്ഞ് കൊറ്റൻ എടുത്ത് ദേവിക്ക് നിവേദ്യമായി നൽകുന്നത് മൂലം കൊറ്റൻകുളങ്ങര എന്നു പേരുമുണ്ടായി. കൊടും വനമായതിനാൽ സ്ത്രീകൾ ആരും തന്നെ ഇവിടേക്ക് വരുമായിരുന്നില്ല. അതിനാൽ ബാലന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുത്തിരുന്നു. ഇതിൻ്റെ സ്മരണയ്ക്കായാണ് ഇന്നും പുരുഷന്മാർ ചമയവിളക്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നു മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നു പോലും പ്രായഭേദമന്യേ ഭക്തർ വിളക്കെടുക്കുന്നു. ആണ് പെണ്ണായി മാറുന്ന ഈ കൗതുക കാഴ്ചകൾ കാണാൻ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് വരാറുണ്ട്.